നമുക്ക് ചക്കട ഉണ്ടാക്കാം കേട്ടോ. ഇടനിലയിലാണ് ഉണ്ടാക്കണേ. അപ്പം ഞാൻ ചക്ക ജസ്റ്റ് ഒന്ന് വരട്ടിയിട്ടുള്ളൂ, കാര്യമായിട്ട് വരട്ടിയിട്ടില്ല. വേവിച്ചിട്ട് ഒന്ന് ശർക്കര പാനിലൊന്നാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പൊടിയിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇടനില ഞാൻ കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇടനില ഇനി തുടച്ച് അതിൽ നമുക്ക് അട ഉണ്ടാക്കാം. ഞാൻ അതിലേക്ക് തേങ്ങ കുറച്ച് ചിരകിയിട്ടുണ്ട്, പിന്നെ കൊത്തിയിട്ടുണ്ട് കേട്ടോ. കൊത്തി കഴിഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. പിന്നെ ഒന്നെ ഏലക്കായും ജീരകവും കൂടി കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൽ മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് എത്ര പൊടി എടുക്കണം എന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ജീരകവും ഏലക്കായ ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ടാണ് പൊടിച്ചത്. അപ്പം എല്ലാം ശരിക്കും പൊടിഞ്ഞ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാം. വരട്ടിയപ്പോൾ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊടിയിടാം. പൊടി നോക്കിയിട്ട് ഇത്തിരി ഇട്ടാൽ മതി കേട്ടോ. ചക്ക വരട്ടിയത് അത്യാവശ്യം ഉണ്ട്, രണ്ടായിട്ട് ഉണ്ടാക്കാറുന്നു ഞാൻ. പക്ഷേ ഇച്ചിരി കൂടി പൊടിയിടാം കേട്ടോ. മധുരമൊക്കെ ഉണ്ട്, നമുക്ക് അട ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നെയ്യ് ഞാൻ എടുക്കണില്ല, അധികം ആക്കണില്ല. കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് ഇടനില. അത്യാവശ്യം കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കതിലേക്ക് പരത്തി വയ്ക്കാം, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വയ്ക്കാൻ തുടങ്ങാം, വേവിക്കാൻ തുടങ്ങാം. ഞാൻ വേവിക്കാൻ വച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു ഇടനിലയ്ക്ക്. അപ്പോൾ അതിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ചക്കടയ്ക്ക്. അപ്പോൾ അത് അടുത്തതും കൂടി ഞാൻ ചെയ്യട്ടെ കേട്ടോ. ഇതിൽ വയ്ക്കാം. വളരെ നൈസായിട്ടാണ് ചെയ്തേക്കണേ. അപ്പോൾ കഴിക്കാനും ഒന്നുകൂടി ഇഷ്ടപ്പെടും എല്ലാവരും. നല്ല സ്മെല്ലാണ് കേട്ടോ. ചക്കട ആയി തുടങ്ങിയിട്ടുണ്ട്, കുറച്ചും കൂടി ആവട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. ഞാൻ അടുത്തത് വയ്ക്കാം കേട്ടോ.
കണ്ടോ ഇലയെന്നൊക്കെ അടർന്ന് വന്ന് നല്ല വെന്തിട്ടുണ്ടല്ലോ. ചക്കട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണിത് ഇടനിലയിൽ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കട്ടെ. ഇടനില കിട്ടുകയാണെങ്കിൽ അത്ര രുചിയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.